ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തെ ഓർത്ത് തിരുവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് MAG ഗോസ്പൽ വോയിസ് മൂലമായി നിന്റെ മക്കളോട് ചേർന്ന് അപ്പച്ചൻ്റെ പാദത്തിൽ കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവേ അടിയിൽ തന്ന ബലനായി കൃപയ്ക്കായി സ്തോത്രം. ഈ ഒരു പുതിയ പ്രഭാതത്തെ ഞങ്ങൾക്ക് തന്നല്ലോ. ഇങ്ങനെ ഒരു ദിവസം കൂടി കാണുവാൻ ഒരു ഭാഗ്യം തന്നല്ലോ, അതിനായി സ്തോത്രം. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഇതിലെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ കണ്ണുനീര്, പ്രാർത്ഥനാ വിഷയങ്ങൾ, കർത്താവിന് അനുഭവിക്കുന്ന പാടുകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ എല്ലാത്തിനും എൻ്റെ അപ്പച്ചൻ പൂർണ്ണ വിടുതലെ കൊടുക്കണം, സന്തോഷത്തെ കൊടുക്കണം, സമാധാനത്തെ കൊടുക്കണം. അവർ തകരരുത്, നശിക്കരുത്, നഷ്ടപ്പെട്ടു പോകരുത്, അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്, പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകരുത്, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ഐക്യം നഷ്ടപ്പെട്ടു പോകരുത്. അപ്പച്ച എല്ലായിടത്തിലും കൃപ അവങ്ങളോട് കൂടെ ഇരിക്കണം. എല്ലാവരെയും കൺമണി പോലെ മറയ്ക്കണം, രക്തക്കോട്ടകളെ മറയ്ക്കണം. ഒരനർത്ഥമോ ഒരാപത്ത് വരக்கூடாது. ദേശം മുഴുവനും ഭയങ്കര ആപത്തുകളും ഭയങ്കര കർത്താവെ മാരക രോഗങ്ങളും ഭയങ്കരമായ വിപത്തുകളും ഭയങ്കര മരണവും നടന്നുകൊണ്ടിരിക്കുന്ന ഉലകം അപ്പച്ച. ദൈവമേ, ഒരുത്തർക്കും ഒരു സന്തോഷമില്ല, സമാധാനമില്ലപ്പ. ദേശം മുഴുവനും കർത്താവെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ കുഞ്ഞുങ്ങൾ ദേശത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും കർത്താവെ സ്തോത്രം, അന്നത്തെ കൺട്രികളിലെ, അന്നത്തെ ദേശത്തിലെ, ഗ്രാമത്തിലെ, പട്ടണത്തിലെ, ഭവനത്തിലെ അവങ്ങളെ അത്ഭുതകരമായി നീ കാക്കണം, സൂക്ഷിക്കണം, വഴി നടത്തണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ ഞാൻ അപേക്ഷിക്കണം. ഒരുത്തരെയും മറക്കരുത്, ദയവ് ചെയ്ത് കൈവിടരുത്, ഉപേക്ഷിക്കരുത് അപ്പച്ച. കുറ്റങ്ങളുണ്ട് അപ്പച്ച, ഞങ്ങളുടെ ജീവിതത്തിൽ കുറേകളുണ്ട് അപ്പച്ച. നീ ഞങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളോട് മനസ്സലിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം, പ്രത്യാശയുള്ളവരായി മാറ്റണം, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ, വൈരാഗ്യത്തോട് ജീവിക്കുവാനുള്ള കൃപ ദൈവമേ നീ തരണമെന്ന് അപേക്ഷിക്കുന്ന അപ്പച്ച. ഒരുത്തരെയും മറക്കരുത്, ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെയും ഉപേക്ഷിക്കരുത് അപ്പച്ച. നിന്റെ കരങ്ങൾ ഏൽപ്പിക്കാൻ കണ്ണുനീര്, അവിടെ പ്രാർത്ഥന വിഷയങ്ങൾ അനത്തിനും എല്ലാത്തിനും കർത്താവ് പ്രതിഫലം കൊടുത്താട്ട്, മറുപടി കൊടുത്താട്ട്, എല്ലാവരെയും സന്തോഷത്തോട്, ബലത്തോട്, ദീർഘായുസോട് കാണുവാൻ ദൈവം സഹായിക്കണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ വൻ കാര്യത്തെ ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. എന്നോടുകൂടി ഇന്ന് പ്രാർത്ഥനയ്ക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കട്ടെ. അപ്പച്ചൻ്റെ കരം എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഒരു അനർത്ഥം പോലും നിങ്ങൾക്ക് വരാതെ ദൈവം നിങ്ങളെ കാക്കട്ടെ, സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. 1, 2, 3 വാക്യങ്ങൾ മാത്രം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരനെതിരെ 37-ാമത്തെ സങ്കീർത്തനം 3, 4, 5 ഈ 3 വാക്യങ്ങളാണ് ഇപ്പം നമ്മൾ വായിക്കാൻ പോകുന്നത്. സങ്കീർത്തനം 37-ന്റെ 3, 4, 5. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക. അവൻ അത് നിർവഹിക്കും. 6-ാമത്തെ വാക്യം. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുകയാണ് നമുക്ക് ആലോചന. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക. നമുക്ക് ഈ ലോകത്തിൽ ആശ്രയിക്കാൻ വേറെ ആരുമില്ല. നമ്മുടെ ആശ്രയം യേശു ക്രിസ്തു മാത്രമാണ്. ആ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ഈ ലോകത്തിന്റെ മരുന്നെയോ പണത്തെയോ പഠിത്തത്തെയോ വിശ്വാസത്തെയോ ഈ ലോകത്തിന്റെ മറ്റൊന്നിനെ വിശ്വസിക്കാം. ദൈവത്തിൽ മാത്രം. എൻ്റെ ദൈവമല്ലാതെ ഈ ലോകത്തിൽ എനിക്ക് ഒന്നുമില്ല. എൻ്റെ കർത്താവിൻ്റെ ആ ഒരു കരുണയല്ലാതെ, കൃപയല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ലെന്നുള്ള ആ ചിന്തയോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരോടാ പറയുന്നത്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത്. നമ്മുടെ ഇത് തിന്മ വരരുത്. നമ്മൾ ചെയ്യുന്നതെല്ലാം നന്മയായിരിക്കണം. നമ്മൾ ജോലി സ്ഥലത്ത് നന്മ ചെയ്യണം. ജോലി സ്ഥലത്ത് കളിപ്പിക്കരുത്. നിങ്ങൾ വരുന്ന വരുമാനത്തിൽ വിശ്വസ്തയുള്ളവരായിരിക്കണം. അവിടെ തിന്മ ചെയ്യരുത്. നിങ്ങളുടെ ഭവനത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങൾക്കുള്ള നന്മ ചെയ്യണം. നിങ്ങളുടെ സഭയിൽ എവിടെ ഇരുന്നാലും ശരി തിന്മ ചെയ്യരുത്, നന്മ ചെയ്യണം. ആർക്കും ദോഷം നമ്മൾ ചെയ്യരുത്. അതാ ദൈവം ആഗ്രഹിക്കുക. അങ്ങനെ ചെയ്തിട്ട് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. എല്ലാവരും ഇവരൊരു വിശ്വസ്തയുള്ള കുടുംബമാണ് കേട്ടോ. ഒരു നല്ല സഹോദരൻ, നല്ലൊരു ദൈവദാസനാണ്, നല്ലൊരു ദൈവസ്ഥ, നല്ല വിശ്വസ്ത ഒരു ഭവനമാണ്. ആ കുഞ്ഞുങ്ങൾ നല്ല ഒരു വിവാഹം വരുമ്പോഴും ഈ കുടുംബം ഈ ഭവനത്തിൽ ധാരാളം എടുക്കാം. ഇതുപോലെ ഒരു വിശ്വസ്തയുള്ള ഭവനത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അടുത്ത് പറയുന്നത്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. നമുക്ക് രസിക്കാനും സുഖിക്കാനും വേറെ ഒന്നും ഈ ലോകത്തിലില്ല. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, നിന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലിരിക്കുന്ന ആഗ്രഹം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ദൈവം പറയുന്നത്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിങ്ങളിപ്പോൾ എന്തോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നല്ലതല്ലേ ആഗ്രഹിക്കത്തുള്ളൂ, അത് ദൈവം തരുമെന്ന് പറയാം.
കുഞ്ഞുങ്ങളുടെ വിവാഹമായിരിക്കും, ഒരു നല്ലൊരു തലമുറ കാണാനായിരിക്കും, ഒരു വീട് പണിയാനായിരിക്കും, ഒരു ജോലി വിഷയമായിരിക്കും, ഒരു സഭ പണിയാനായിരിക്കും. ഏതെങ്കിലും കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ലത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് പറയുന്ന കണ്ടോ, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഏറ്റെടുക്കാൻ പറ്റുമോ? ആമേൻ പറയാൻ പറ്റുമോ? സ്തോത്രം പറയാൻ പറ്റുമോ? അടുത്ത് പറയുന്നത്, നിന്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. നിങ്ങളെ കൊണ്ട് നിർവഹിക്കാൻ കഴിയാത്തതെല്ലാം കർത്താവ് നിർവഹിച്ച് തരും. അവിടെ ദൈവം പറയുന്നത്, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക. ദൈവമേ, നീയാണ് എനിക്ക് വഴി, നീയാണ് എനിക്ക് സത്യം, നീയല്ല എനിക്ക് ലോകത്തിൽ ഒന്നുമില്ല. നിന്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിവർത്തിക്കും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം ബെൻഡിങ്ങിലിരിക്കുന്നു, ഏതെല്ലാം നിങ്ങളുടെ കൈവിട്ട് പോയി, ഏതെല്ലാം നിങ്ങൾ കൈവിട്ട് കിട്ടാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു, അതെല്ലാം കർത്താവ് തരും. ചെയ്തിട്ട് ഇത്രയും കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം എന്തുവാ ചെയ്യുന്ന നോക്കി, 6-ാമത്തെ വാക്യത്തില്, അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും. മഴയൊന്നും ഇല്ലാത്ത കാലത്തിലെ പ്രഭാതം എങ്ങനെയുണ്ടെന്ന് അറിയാമോ? ഈ കന്യാകുമാരിലെല്ലാം ആയിരക്കണക്കിന് ജനങ്ങളാ പോകുന്നത് സൂര്യൻ ഉദിക്കതേ കാണാൻ, പ്രഭാതം കാണാൻ പോകുന്നത്. എന്തോരം ജനങ്ങളാണെന്നറിയാമോ അവിടെ അടിക്കുന്നത്, പോയി കിടക്കുന്ന രാത്രി വെളുപ്പിനെ പോകും അവിടെ. ഞാനും പല പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ടോ, അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. മധ്യാഹ്നം 12 മണിക്ക് എങ്ങനെയുണ്ട് നമുക്ക് അറിയാമല്ലോ, മഴയില്ലാത്ത കാലത്തിൽ. അതുപോലെ ദൈവം നിങ്ങളെ പ്രകാശിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാണാത്തവരെല്ലാം കാണാൻ, നിങ്ങളെ അറിയാത്തവരെല്ലാം അറിയാൻ നിശ്ചയം കർത്താവ് നിങ്ങളെ മാനിക്കും, നിങ്ങളെ ഉയർത്തും, നിങ്ങളെ അനുഗ്രഹിച്ച് ഒരു വലിയ സ്ഥാനത്തിലേക്ക്. ഈ പദവിയെല്ലാം ഭയങ്കരമാകട്ടോ, ഇതൊരു വലിയ സ്ഥാനമാണ്, അങ്ങോട്ട് കർത്താവ് കൊണ്ടുവരാൻ പോവുക. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നിന്റെ ഇരുൾ മാറാൻ പോവുക, നിന്റെ വേദന മാറാൻ പോകുക, നിന്റെ കണ്ണുനീര് മാറാൻ പോവുക. ദൈവം തമ്പുരാന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി നിങ്ങൾ വ്യാപരിക്കാൻ പോവുക. ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളിൽ ഇപ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും പ്രയാസപ്പെടരുത്, ഒന്നുകൊണ്ടും ദുഃഖിക്കരുത്. കർത്താവ് എല്ലാം പരമേറ്റിരിക്കുകയാണ്. ദൈവം നടത്തും, ദൈവം പരിപാലിക്കും, ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ വഴി നടത്തും. നിങ്ങൾക്കൊരു തോൽവി വരത്തില്ല, നഷ്ടം വരത്തില്ല, കഷ്ടം വരത്തില്ല. ആത്മാർത്ഥതയോട് ദൈവകൃപയിൽ നിൽക്കുക, സത്യത്തിൽ നിൽക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അവന് വേണ്ടി എത്രമാത്രം സമയം കൊടുക്കാൻ കൊടുക്കുക, എന്തുമാത്രം പണം കൊടുക്കാൻ പറ്റുമോ കൊടുക്കുക. ദൈവത്തിന്റെ പണിക്ക് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കണക്ക് നോക്കാതെ അങ്ങോട്ട് വാരി കൊടുത്ത് നോക്കിക്കേ, നിങ്ങൾക്കൊരു ദോഷവും വരത്തില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ആത്മാർത്ഥതയായിരിക്കണം, ദൈവത്തിന്റെ വചനത്തിന്റെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അവിടാണ് ദൈവം അത്ഭുതം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം, തിന്മയല്ല. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കണം. നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ദൈവം നിങ്ങൾക്ക് തരാൻ പോവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. എല്ലാ നന്മയ്ക്കും ദൈവം നിങ്ങളെ ആമേൻ പാത്രമായി മാറ്റട്ടെ. ദൈവം നിശ്ചയം അനുഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ അതിരാവിലെ സമയത്ത് ഒരു പ്രാവശ്യം കൂടി നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ആലോചന കൊടുത്തൊന്ന് പ്രാർത്ഥിക്കുവാൻ അടിനെ എഴുന്നേൽപ്പിച്ചല്ലോ, ശക്തി തന്നല്ലോ, ബലം തന്നല്ലോ, കൃപ തന്നല്ലോ, കാത്തു സൂക്ഷിച്ചല്ലോ. അതിനായി സ്തോത്രം. ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങൾ കണ്ണുനീരോടിരിക്കുകയാണ്. എന്തിനെനിക്കൊരു പ്രഭാതം, എന്തിനൊരു ദിവസം. അയ്യോ, ഈ രാത്രിയോടെ എൻ്റെ ജീവൻ അങ്ങ് പോയാൽ മതി, എനിക്ക് വയ്യ, എന്നെ കൊണ്ട് ഒന്നും അങ്ങോട്ട് ഇത് സമ്മാനിക്കാൻ പറ്റുന്നില്ല, കഷ്ടമാണ്, പ്രയാസമാണ്, ദാരിദ്ര്യമാണ്, കടക്കാരാണ്. അയ്യോ, ഞാൻ എങ്ങോട്ട് പോകും, എവിടെ പോയി തല ഒളിക്കും, എനിക്കൊന്നും അറിയത്തില്ല, ആരോട് ഞാൻ മറുപടി പറയും, എന്തോ മറുപടി പറയും. ഇങ്ങനെ വ്യാകുലപ്പെട്ട് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേര്. രണ്ടാമത് മെഡിക്കൽ രീതിയിൽ കർത്താവിന് സ്തോത്രം. നാളെ ചിലപ്പോൾ മേജർ ഓപ്പറേഷൻ ആയിരിക്കും, നാളെ ചിലപ്പോൾ ടെസ്റ്റ് ആയിരിക്കും, നാളെ എന്തൊക്കെയോ നടക്കാൻ പോവായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സീരിയസ് കേസായിരിക്കും, ഡോക്ടർമാർ കൈവിട്ടതായിരിക്കും. അയ്യോ, എന്ത് സംഭവിക്കും, നാളത്തെ പകൽ എങ്ങനെ ഇരിക്കും, ദൈവമേ ഇന്നത്തെ പകൽ എങ്ങനെ ഇരിക്കും. അങ്ങനെ കരയുന്നവർ, അങ്ങനെ പേടിക്കുന്നവർ അനേകർ കാണും. അപ്പച്ച, അവർക്കെല്ലാം ഈ പകൽ ഒരു ആശ്വാസമായിരിക്കണം, സന്തോഷമായിരിക്കണം, അനുഗ്രഹമായിരിക്കണം. ഒരു ദോഷവും അവർക്ക് തട്ടുവാൻ ദൈവം തമ്പുരാൻ സമ്മതിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജോലിക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ, അത് പ്രൈവറ്റിലോ ഗവൺമെന്റിലോ, അത് ഏത് ജോലി ആയിക്കൊള്ളട്ടെ പച്ച, അത് ഫോറിൻ കൺട്രിയിലോ ഇന്ത്യയിലോ കേരളത്തിലോ എവിടെ ഇരിക്കട്ടെ പച്ച, എവിടെ ഇരുന്നാലും അവർ ജോലിക്ക് പോകുന്നിടത്തിൽ ദൈവത്തിന്റെ കാവലും ദൈവത്തിന്റെ സൂക്ഷിപ്പും നിന്റെ കാരുണ്യവും ഇരിക്കണമെന്ന് നിന്റെ നാമത്തെ പ്രാർത്ഥിക്കണം. ഒരുത്തർക്കും ഒരു ആപത്തോ അനർത്ഥമോ ഒന്നും വരുവാൻ എൻ്റെ ദൈവമേ നീ സമ്മതിക്കരുത്. ഒരുത്തർക്കും ആപത്ത് വരും. എവിടെ നോക്കിയാലും അനർത്ഥ പച്ച, എവിടെ നോക്കിയാലും അനർത്ഥം. എല്ലാവർക്കും ഭയം. അയ്യോ, അടുത്ത നിമിഷം എന്തോ സംഭവിക്കും, രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല പച്ച, പെട്ടെന്ന് തീ പിടിക്കുന്നു, പെട്ടെന്ന് ഭൂമി കുലുങ്ങുന്നു, പെട്ടെന്ന് ആപത്ത് വരുന്നു, വാഹനത്തിലെ പോയാൽ ഭയങ്കര ആപത്തുകൾ. എങ്ങനെ നോക്കിയാലോ ആപത്ത്, 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 മരണം, മരണം, മരണം. മക്കൾക്കുള്ള പെരിയ ഫീലി അപ്പച്ച, എന്ത് ചെന്ന് അറിയത്തില്ല. അങ്ങനെ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആശ്വാസദായകനായി സ്വസ്ഥത കൊടുത്ത്, സന്തോഷത്തെ കൊടുത്ത്, സമാധാനത്തെ കൊടുത്ത് ബലപ്പെടുത്തണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൃപ അവരോടുകൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം. എല്ലാവരെയും കരങ്ങളിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പച്ച, ദൈവമേ 5 വയസ്സിന് താഴോട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും നീ കാത്തു സൂക്ഷിക്കണം. കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു ബാലശിക്ഷയും കുഞ്ഞുങ്ങൾക്ക് വരരുത്, ഒരു ബാലരോഗങ്ങളും കുഞ്ഞുങ്ങൾക്ക് വരരുത്, ഒരു ആപത്തും കുഞ്ഞുങ്ങൾക്ക് വരരുത് പച്ച.
കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ചാട്ട്, ദീർഘായുസ് കൊടുത്താട്ട്, ബലം കൊടുത്താട്ട്, അവരുടെ ശരീരത്തിൽ കാണുന്ന ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളെല്ലാം മാറ്റി കൃപയിലെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കണം കർത്താവേ. 5 വയസ്സിന്റെ മേലോട്ട് 12 വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം അപ്പച്ച. അവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, കാത്തു സൂക്ഷിക്കണമേ. അനർത്ഥങ്ങൾ ഒന്നും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരരുതേ കർത്താവേ. നീ അത്ഭുതം പ്രവർത്തിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമെന്ന് യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. 12 വയസ്സിൽ 17, 18 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ യൗവന പ്രായം കർത്താവിനോട് ഇരിക്കണം. പാപത്തിലോ ശാപത്തിലോ വീഴരുത്. ദുഷ്ടന്റെ വലയിലോ അവന്റെ കുഴിയിലോ കുഞ്ഞുങ്ങൾ വീഴാതെ പടി ദൈവമേ യൗവനക്കാരെ കർത്താവെ, ആൺകുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. 17 വയസ്സ് 18 വയസ്സിന് ശേഷമുള്ള വിവാഹപ്രായമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം കർത്താവേ. അവരുടെ ഭാവിയിൽ നല്ല ജോലി, നല്ല വിവാഹം അവർക്ക് നീ കൊടുക്കണം. അവരുടെ ഭാവിയെ നീ കർത്താവ് അനുഗ്രഹിക്കണം. അവർക്ക് ദോഷവും വരരുത് കർത്താവേ. അവരുടെ ഭാവി നശിക്കരുത്, തകരരുത്. പാപത്തിലെ ശാപത്തിലെ ലോകത്തിലെ വീഴുന്ന തകരുവാൻ ദൈവം സമ്മതിക്കരുത് കർത്താവേ. സ്തോത്രം. ന്യൂ ദമ്പതികൾക്കായി സ്തോത്രം. വിവാഹമായി ഒരു 5 വർഷത്തിനകത്തിരിക്കുന്ന ന്യൂ ദമ്പതികൾ, അവരുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. എപ്പടി ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് എപ്പടി ഭാര്യയെ സ്നേഹിക്കണം, എപ്പടി കുടുംബത്തെ പണിയണം, എപ്പടി മുന്നോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം, അവർക്ക് നല്ല ബുദ്ധിയും ജ്ഞാനവും കൃപയും കർത്താവ് കൊടുക്കണമേ. ഒരു ഭവനവും തകരരുതേ, ഒരു ഭവനവും നശിക്കരുത് അപ്പച്ച. നിങ്ങൾക്ക് നിറയെ പെൺപിള്ളാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നില്ല, അനുസരിക്കുന്നില്ല കർത്താവേ. സ്തോത്രം കർത്താവേ. അത് എത്ര കുടുംബങ്ങളപ്പം നശിക്കും. എന്തുമാത്രം ആൺപിള്ളാർ ഇന്ന് വേദനിച്ച് കതറിക്കൊണ്ട് കണ്ണുനീര് കുടിക്കുന്ന അപ്പച്ച. എന്തോരം പേര് കണ്ണുനീരോടെ പ്രാർത്ഥന വിഷയം അയക്കുന്ന അപ്പച്ച. എത്ര മാതാപിതാക്കൾ കരയുന്ന അപ്പച്ച. ഒരു കാരണമില്ലാതെ പെൺപിള്ളാർ എഴുന്നേറ്റ് കർത്താവ് വഴക്കുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി ദൈവമേ കുടുംബത്തെ ഇടിച്ച് തകർത്തു നിൽക്കുന്ന പിള്ളേർക്കെല്ലാം നല്ല ബുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആൺകുഞ്ഞുങ്ങൾക്ക് അതേപോലെ ഭാര്യയെ സ്നേഹിക്കുവാനും കുടുംബത്തെ പണിയുള്ള ബുദ്ധി ജ്ഞാനവും കർത്താവ് കൊടുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഒരുത്തർക്ക് ബുദ്ധി ജ്ഞാനം കൊടു, ഒരുത്തരെ കൈവിടരുത്, ഒരുത്തരെ ഉപേക്ഷിക്കരുത് കർത്താവേ. എല്ലാ കുടുംബത്തെയും കർത്താവ് പണിതെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവാധിപത്യത്തിന് ശേഷമായിട്ടുള്ള മുതിർന്ന എല്ലാ കർത്താവേ സ്തോത്രം കുടുംബ തലവനായി തലവിക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കളെ കർത്താവ് അനുഗ്രഹിച്ചാട്ട് അവരെ നീ ബലപ്പെടുത്തി ദീർഘായുസ് ബലസുഖം കൊടുത്താട്ട് ഒരു അനർത്ഥവർക്ക് വരരുത്, ഒരു ആപത്തവർക്ക് വരരുത് കർത്താവേ. ദൈവമേ നിന്റെ കൃപയ്ക്കുള്ള മറയ്ക്കണമേ, മറയ്ക്കണമേ, മറയ്ക്കണമേ. ആപത്തിൽ അനർത്ഥത്തിൽ ഒന്നും വരരുത് കർത്താവേ. 50 വയസ്സിന് താഴോട്ടുള്ള എല്ലാ സഹോദര ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ഭവനത്തെ പണിയണം, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. അവരുടെ ശരീരത്തിന്റെ രോഗങ്ങൾ, പ്രയാസങ്ങളെ കർത്താവ് മാറ്റണം. കണ്ണുനീരെ ദൈവം മാറ്റണം കർത്താവേ. സ്തോത്രം. 50 വയസ്സിന്റെ മേലോട്ടുള്ള എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ. അവർ എത്ര വയസ്സാണ്, 90 വയസ്സ് 100 വയസ്സുള്ളവരെല്ലാം ഉണ്ട് ഈ പ്രാർത്ഥന ഉണ്ട് കർത്താവേ. അവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പിച്ച. അവരുടെ ശരീരത്തിലെ സുഖം കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ, കണ്ണിന് നല്ല കാഴ്ച കൊടുക്കണമേ, കാതിലെ കേൾവിയെ കൊടുക്കണമേ, നല്ല ദഹനശക്തി കൊടുക്കണമേ, ഉറക്കത്തെ കൊടുക്കണമേ കർത്താവയുടെ ശരീരത്തിലേക്ക് അസ്ഥികൾ നരമ്പുകളെല്ലാം ബലപ്പെട്ടിരിക്കുന്ന കർത്താവ് സഹായിക്കണമേ. ഒരുത്തർക്ക് ഒരു ആപത്തനർത്ഥങ്ങൾ ഒന്നും വരരുത് പിച്ച. കടക്കയിൽ കടന്നരകിക്കുവാൻ കർത്താവേ സ്തോത്രം നീ സമ്മതിക്കുക. ആർക്കും ഭാരമായിരിക്കും നീ സമ്മതിക്കരുത്, നരകിക്കുവാൻ സമ്മതിക്കരുത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ കേൾപ്പിക്കുന്ന ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വം നീ വെളിപ്പെടുത്തനായി സ്തോത്രം. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് പിച്ച. അവർക്ക് നീ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ കർത്താവേ. സന്തതികളെ നീ കൊടുക്കണമേ. അത്ഭുതം നീ പ്രവർത്തിക്കണമേ. തലമുറയെ കാണുവാൻ മാതാപിതാക്കൾ കൊതിക്കുന്നു കർത്താവേ. നീ അത്ഭുതം പ്രവർത്തിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിവാഹ പ്രായം കഴിഞ്ഞ് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് പിച്ച. ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, അവർക്ക് നല്ല വിവാഹം നടക്കട്ടെ കർത്താവേ. വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്നു, ജോലിയില്ല, നല്ല ജോലി ലഭിക്കണം, നല്ല വിവാഹം നടക്കണം, അത്ഭുതമായി കർത്താവ് നടത്തണം. ഒരു മാതാപിതാക്കൾ കരയുവാൻ കർത്താവെ കണ്ണുനീർ കുടിക്കാൻ ദൈവം സമ്മതിക്കരുത്. കുഞ്ഞുങ്ങളെ കർത്താവ് കാത്തു സൂക്ഷിക്കണമേ. ഫോറിൻ കൺട്രി ജോലിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ആപത്തുകൾ അനർത്ഥങ്ങൾ ഒന്നും വരരുത് പച്ച, ഒന്നും വരരുത്. നീ കൺമണി പോലെ മറിക്കണമേ, കാത്തു സൂക്ഷിക്കണമേ. ജോലി ചെയ്യാനുള്ള ബലനും കൃപയും ആരോഗ്യം നീ കൊടുക്കണമെന്ന് അപ്പച്ചന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ. ഒത്തിരി വയസ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒത്തിരി പേര് ഫോറിൻ കൺട്രിയിൽ ഉണ്ട് കർത്താവേ. ദൈവമേ അവരെല്ലാം നീ ബലപ്പെടുത്തണം, സഹായിക്കണം. ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണം കർത്താവേ. ഞങ്ങളുടെ എല്ലാ റിലേഷൻ കർത്താവയുടെ സ്വന്തക്കാർ സഹോദരങ്ങൾ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം കർത്താവ് കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ദൈവദാസന്മാരെയും എല്ലാ മിഷണറി ഫാമിലികളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ ഭവനത്തിന്റെ ആവശ്യങ്ങൾ, ശുശ്രൂഷയുടെ മുഖത്ത് ശരീരത്തിൽ ഇരിക്കുന്ന എല്ലാ പ്രോബ്ലത്തിനും കർത്താവ് പരിഹാരം കൊടുക്കണം, വിടുതൽ കൊടുക്കണം, സന്തോഷം കൊടുക്കണം, ദീർഘായുസ് കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം. ശക്തമായി ദൈവദാസന്മാരുടെ കരത്തിൽ ഉപയോഗിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുക. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വ ദൈവം എടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഓരോരുത്തരുടെ കണ്ണുനീര്, പ്രയാസങ്ങളും, ശാപങ്ങളും, കടബാധ്യതകളും, പട്ടിണിയും, ദാരിദ്ര്യങ്ങളും എല്ലാം മാറട്ടെ. ദൈവമേ നിന്റെ കൃപ 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 നിന്റെ കുഞ്ഞുങ്ങളുടെ മേലെ ഇറങ്ങണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരനർത്ഥവും വരരുത്, ഒരാപത്തും വരരുത്, ഒരു ദുഷ്ടനും കുഞ്ഞുങ്ങളെ തൊടുവാൻ സമ്മതിക്കരുത് പച്ച. കണ്ണിന്റെ മണി പോലെ മറയ്ക്കണമേ. എല്ലാ ശുശ്രൂഷയും മാനിക്കണമേ. കഷ്ടപ്പെടുന്ന പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അത്ഭുതം നീ പ്രവർത്തിക്കണമേ. ദൈവമേയുടെ ആഗ്രഹത്തെ എല്ലാം നീ സാധിപ്പിക്കുന്നു പറഞ്ഞല്ലോ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദേശത്തിൽ പാർത്ത് വിശ്വസ്ത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നിശ്ചയമായി നീ കൊടുക്കണം. രോഗികളായി ക്ഷീണതരിക്ക് ഓരോരുത്തരും ബലം പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് ആരോഗ്യത്തിന് ദീർഘായുസ്സോടെ കാണുവാൻ ദൈവമേ നീ സഹായിച്ചാട്ട്. ഒരുത്തർക്കും ആപത്തുകളോ അനർത്ഥങ്ങളോ ദുർഭമോ
ഒന്നും വരുവാൻ ദൈവം സമ്മതിക്കരുത്. കരങ്ങളെ കേൾപ്പിക്കുന്നു. അപ്പച്ചൻ പ്രാർത്ഥനയായി സ്തോത്രം, മഹത്വം തിരുമേനിയെടുത്തനായി സ്തോത്രം. നിന്റെ വൻ കാര്യം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കരങ്ങളെ കേൾപ്പിക്കും, താഴ്ത്തുന്നു. സകല മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, താങ്ക് യു. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ ഉടനെ അറിയിക്കണം. മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.